Hi all, welcome to our YouTube channel Testwin PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ 2000 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സീരീസിന്റെ 15ാമത്തെ ഭാഗമാണിത്. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ്. വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. അതുപോലെ തന്നെ 1773 റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്നത് വാറൻ ഹേസ്റ്റിംഗിൻ്റെ സമയത്താണ്. അതുപോലെ ആ സമയത്ത് തന്നെ വന്നതാണ് സുപ്രീം കോർട്ട്. കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് വന്നത് റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. അതുപോലെ ദ്വിഭരണം ഡ്യുവൽ ഗവൺമെൻറ് നിർത്തലാക്കിയ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അപ്പോൾ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. ഒപ്പം 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴി സുപ്രീം കോർട്ട് നിലവിൽ വരുമ്പോൾ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ഗവർണർ ജനറൽ. ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. സതി നിരോധിച്ച ഗവർണർ ജനറൽ. ഉത്തരം വില്യം ബെൻഡിക്. അപ്പോൾ സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. പ്രൊഹിബിഷൻ ഓഫ് സതി ആക്ട് നിലവിൽ വരുന്നത് 1829 ഡിസംബർ 4-നാണ്. അപ്പം സതി നിരോധിച്ചുകൊണ്ടുള്ള ആക്ട് നിലവിൽ വരുന്നത് 1829 ഡിസംബർ 4-നാണ്. അതുപോലെ ഇതുമായിട്ട് അനുബന്ധിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സതി നിരോധനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ, അതിനുവേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദ്യം വന്നാൽ ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആണ്. 1829 ഡിസംബർ 4-നാണ് പ്രൊഹിബിഷൻ ഓഫ് സതി ആക്ട് നിലവിൽ വരുന്നത്. സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 1854 ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിന്റെ ശാസ്ത്രീയ നാമം. ഉത്തരം പ്രസ് ബയോപ്യ. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് പ്രസ് ബയോപ്യ. അടുത്ത ചോദ്യം നോക്കാം. വൈറ്റമിനുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. കാസിമർ ഫങ്ക്. അപ്പോൾ കാസിമർ ഫങ്ക് ആണ് വൈറ്റമിനുകളെ കണ്ടെത്തിയത്. ഓർത്തിരിക്കുക, കാസിമർ ഫങ്ക് വൈറ്റമിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം നോക്കാം. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം പ്രൊലാക്റ്റിൻ. അപ്പോൾ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇനി ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചു കാണാറുള്ളത്, പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് മാമറി ഗ്ലാൻസും പിറ്റ്യൂട്ടറി ഗ്ലാൻസും ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മാമറി ഗ്ലാൻഡ് എന്ന് കാണുമ്പോഴും പ്രൊലാക്റ്റിൻ എന്ന് കാണുമ്പോഴും അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഓർത്തിരിക്കുക, പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നമ്മുടെ തലച്ചോറിന്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായമാകുന്നത്. അത് മറന്നുപോകാതെ മാറിപ്പോകാതെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. അപ്പോൾ സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. ഇതിനോടനുബന്ധിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ലോഹം ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോഹം ഏതാണ് എന്നുള്ളത്. ഉത്തരം പൊട്ടാസ്യം ആണ്. അപ്പോൾ ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോഹം പൊട്ടാസ്യം ആണെന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. ഉത്തരം കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് കാർബൺ ഡേറ്റിംഗ്. ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ്. കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് കാർബൺ ഡേറ്റിംഗ് നടത്തുന്നത്. അപ്പം മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, കാർബണിന്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസും കൂടെയാണ് ഡയമണ്ട്. അടുത്ത ചോദ്യം, തിലോത്തമ്മ ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം എള്ള്. എള്ള് എന്ന വിളയുടെ ഇനമാണ് തിലോത്തമ്മ എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ഹീമോഫീലിയ.
അപ്പോൾ ക്രിസ്മസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതെയുള്ള ഒരു അവസ്ഥ വരുന്ന രോഗമാണ് ഹീമോഫീലിയ എന്നത്. നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ അവിടെ രക്തം കട്ട പിടിക്കാതെ തുടർച്ചയായിട്ട് രക്തം അതുവഴി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ എന്നത്. അപ്പം ഈ ഒരു രോഗമാണ് ക്രിസ്മസ് ഡിസീസ്. ഇതുപോലെ തന്നെ ഇതിന് റോയൽ ഡിസീസ് എന്നും പേരുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. ബിഹു ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? ഉത്തരം അസം. ബിഹു, ബില്ലു, ബഹുരംഗ എന്നീ കലാരൂപങ്ങളൊക്കെ അസം എന്ന സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജനുവരി 25. ഇന്ത്യയിൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 25 തീയതിയാണ്. 1950 ജനുവരി 25 ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിനോട് അനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ചണം, ജൂട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത്? ഉത്തരം ഝലം. അപ്പോൾ ഝലം നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത്. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്ന് പറയുന്ന യുദ്ധത്തിലാണ് ഇവർ രണ്ടും ഏറ്റുമുട്ടിയതെന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയെ ഏകദേശം തുല്യമായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഉത്തരം 23 വടക്ക്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ എന്ന് പറയുന്ന ആ ഒരു രേഖയാണ് ഇന്ത്യയെ ഏകദേശം തുല്യമായിട്ട് വിഭജിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഇന്ത്യയിലൊരു 8 സംസ്ഥാനത്തുകൂടി കടന്നു പോകുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. ഗുജറാത്ത്, മധ്യപ്രദേശ്, ദെൻ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, പിന്നീട് വരുന്നത് ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് കണ്ടിട്ടുള്ളത് ഒന്ന് പറയാം. അതായത് MTയും MGRും JCB വാങ്ങി. കോഡ് ഇങ്ങനെയാണ്, MTയും MGRും JCB വാങ്ങി. അതിൽ MT എന്ന് പറയുമ്പോൾ M മിസോറാം, T ത്രിപുര, ദെൻ MGR എന്നുള്ള വരുമ്പോൾ M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാൻ, ദെൻ JCB വാങ്ങി എന്നുള്ളപ്പം J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B എന്നത് ബംഗാൾ, വെസ്റ്റ് ബംഗാളിന്റെ ബംഗാൾ എന്നാണ് വരിക. അപ്പോൾ അത് പറ്റുന്നവർ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. അറിയാവുന്നവർ അല്ലാണ്ട് തന്നെ ഓർത്തിരിക്കുക. ചില ക്വസ്റ്റ്യൻസുകളിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം, താൻസെൻ ആരുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു? അക്ബർ. താൻസെൻ അക്ബറിന്റെ സദസ്സിലെ സംഗീതജ്ഞൻ ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം, താൻസെന്റെ യഥാർത്ഥ പേര്? രാമതാണു പാണ്ഡെ. രാമതാണു പാണ്ഡെ എന്നാണ് താൻസെന്റെ യഥാർത്ഥ പേര്. ഹ്യൂമയോൺ നാമ രചിച്ചതാര്? ഉത്തരം ഗുൽബദൻ ബീഗം. ഹ്യൂമയോൺ നാമ രചിച്ചത് ഗുൽബദൻ ബീഗമാണ്. ഹ്യൂമയോന്റെ സഹോദരിയാണ് ഗുൽബദൻ ബീഗം എന്നതുകൂടി ഓർത്തിരിക്കുക. 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി? ഉത്തരം ജഹാംഗീർ. 5ാമത്തെ ഗുരുവായിരുന്ന അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. അതുപോലെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം, മുഗൾ ഭരണകാലത്തെ പെയിന്റർ എന്നറിയപ്പെട്ടിരുന്നത്, മുഗൾ ചക്രവർത്തിമാരിൽ ചിത്രകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ജഹാംഗീർ ആണ് എന്നതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സാഹസിക കൃത്യങ്ങൾ വിവരിക്കുന്ന ഈബൻ ബത്തൂത്തയുടെ കൃതി? സഫർനാമ. സഫർനാമയിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സാഹസിക കൃത്യങ്ങളെക്കുറിച്ച് ഈബൻ ബത്തൂത്ത വിവരിക്കുന്നത്. ഇതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റു ചോദ്യമാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സദസ്സിൽ വന്നിരുന്ന മൊറോക്കൻ സഞ്ചാരി ആരായിരുന്നു എന്നത്? ഉത്തരം ഈബൻ ബത്തൂത്തയാണ്. അതുകൂടി ഓർത്തിരിക്കുക. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? ആസ്റ്റിഗ്മാറ്റിസം. കണ്ണിന്റെ ആസ്റ്റിഗ്മാറ്റിസം എന്ന ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക, ആസ്റ്റിഗ്മാറ്റിസം സിലിണ്ടറിക്കൽ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രൊക്കോമ രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത്? കണ്ണ്.
കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ട്രക്കോമ എന്നത് ഓർത്തിരിക്കുക. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ലിംഗ ക്രോമസോമുകളാണ് ഉള്ളത്? ഉത്തരം 1 ജോഡി. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകളാണുള്ളത്. അതായത് 23 ജോഡി ക്രോമസോമുകളാണുള്ളത്. അതിൽ 1 ജോഡി ലിംഗ ക്രോമസോമുകളാണുള്ളത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ആർട്ടോകാപ്പസ് ഹെറ്ററോഫിലസ് എന്നത് ഏത് സസ്യത്തിന്റെ ശാസ്ത്രനാമം ആണ്? ഉത്തരം പ്ലാവ്. പ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് ആർട്ടോകാപ്പസ് ഹെറ്ററോഫിലസ് എന്നത്. അടുത്ത ചോദ്യം. സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ലിവർ. ലിവറിനെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ്. ലിവറിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സിറോസിസ് എന്ന അസുഖം. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിംഗ്സ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ? വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? വുഡ്സ് ഡെസ്പാച്ച്. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിന്റെ ശാസ്ത്രീയ നാമം? പ്രസ്ബയോപ്പിയ. വിറ്റമിനുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? കാസിമർ ഫങ്ക്. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ? പ്രൊലാക്റ്റിൻ. സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം? കാർബൺ ഡേറ്റിംഗ്. തിലോത്തമ ഏത് വിളയുടെ ഇനമാണ്? എള്ള്. ക്രിസ്മസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്? ഹീമോഫീലിയ. ബിഹു ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? അസം. വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജാനുവരി 25. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയെ ഏകദേശം തുല്യമായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ? 23.5 ഡിഗ്രി വടക്ക്. ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത്? ഝലം. താൻസെൻ ആരുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു? അക്ബർ. താൻസെന്റെ യഥാർത്ഥ പേര്? രാമതാണു പാണ്ഡെ. ഹുമയൂൺ നാമ രചിച്ചതാര്? ഗുൽബദൻ ബീഗം. 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സാഹസിക കൃത്യങ്ങൾ വിവരിക്കുന്ന ഈബൻ ബത്തൂത്തയുടെ കൃതി? സഫർനാമ. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? ആസ്റ്റിഗ്മാറ്റിസം. ട്രക്കോമ രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത്? കണ്ണ്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ലിംഗ ക്രോമസോമുകളാണുള്ളത്? 1 ജോഡി. ആർട്ടോകാപ്പസ് ഹെറ്ററോഫിലസ് എന്നത് ഏത് സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? പ്ലാവ്. സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ലിവർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരേക്കും താങ്ക് യു.